ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് സമയം കളയാതെ ഇന്നത്തെ ആർട്ടിക്കിളുകളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ എഡിറ്റോറിയൽ ആണ്. സെക്കൻഡ് ഓപ്പൺ എഡിറ്റോറിയൽ, ദ ടെയിൽ വിൻസ് ഫ്രം ലോവർ ഗ്ലോബൽ ഓയിൽ പ്രൈസസ്. നമുക്കറിയാം, വേൾഡിന്റെ പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഈ എണ്ണ വ്യാപാരങ്ങളാണ്, അല്ലെങ്കിൽ എനർജിയുടെ ട്രാൻസ്ഫർ ആണ്, ട്രേഡ് ആണ് മോസ്റ്റ് ഗ്ലോബൽ പവേഴ്സിനെ ഡിസൈഡ് ചെയ്യുന്നത്. സോ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ഗൾഫ് യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഓയിൽ പ്രൈസ് സർജ് ചെയ്തു. ദെൻ അറബ് ഇസ്രായേൽ വാർ വന്നപ്പോൾ ഓയിൽ പ്രൈസ് സർജ് ചെയ്തു. ദെൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ദെൻ 2018 കോവിഡ് ക്രൈസിസ് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഓയിൽ പ്രൈസുകൾക്ക് ഉണ്ടായ മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഓയിൽ പ്രൈസ് വളരെ താഴേക്ക് പോകുന്ന ഒരു ലെവലിലേക്കൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അപ്പോ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് ഗ്ലോബൽ ഓയിൽ പ്രൈസ് എന്നുള്ളത് നമ്മളൊന്ന് ആദ്യം നോക്കും. ദെൻ നമ്മൾ ഒരു സ്റ്റാറ്റിക് പോർഷൻ, ഒരു പ്രിലിംസ് റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻ, എന്താണ് ഒപെക് പ്ലസ് എന്താണ്, നോൺ ഒപെക് മെമ്പേഴ്സ് എന്താണെന്നുള്ളത് കൂടി നോക്കിയിട്ട് ഈ ഒരു ഡിസ്കഷൻ നമ്മൾ എൻഡ് ചെയ്യും. ഓക്കെ, സോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു പെട്ടെന്ന് വാർ വന്നു കഴിഞ്ഞാലൊന്നും ഓയിൽ പ്രൈസ് അങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നില്ല. ഉണ്ടോ? ഡെഫിനറ്റ്ലി അഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റഷ്യ യുക്രൈൻ വാർ അഫക്ട് ചെയ്യുന്നുണ്ട്, ഇസ്രായേൽ ഗാസ വാർ അഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇറാനിൽ കയറിയിട്ട് ബോംബ് ഇട്ടിട്ടുണ്ടായിരുന്നു US-ഉം നമ്മളുടെ ഇസ്രായേലും കൂടി. ഇതെല്ലാം അഫക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗ്ലോബൽ പ്രൈസ് മോർ ഓർ ലെസ് സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതിന് ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോ ഒപെക് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിംഗ് ഉണ്ട്. എന്താണ് ഈ ഒപെക് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിംഗ്? ഒപെക് എന്ന് പറഞ്ഞാൽ ഓയിൽ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് കോർപ്പറേഷൻ. ഇതിനെയാണ് ഒപെക് എന്ന് പറയുന്നത്. ഓക്കെ, ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഞങ്ങൾ പറയും, ഞങ്ങൾ ഇത്ര ബാരൽ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇത്ര ബാരൽ എണ്ണയാണ് ഞങ്ങൾ ഈ ഒപെക് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും കൂടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു കാർട്ടൽ സിസ്റ്റമാണ്. എക്കോണമിയിൽ നമ്മൾ അതിനെ ഒലിഗോപോളിസ്റ്റിക് മാർക്കറ്റ് എന്ന് വിളിക്കും. എന്താണ് ഒലിഗോപോളി അല്ലെങ്കിൽ ഒലിഗോപോളിസ്റ്റിക് മാർക്കറ്റ് എന്ന് വിളിക്കുന്ന ഒരു കാർട്ടൽ സിസ്റ്റം. ഓരോ നേഷനും ഓരോ കാർട്ടലായിട്ട് ആക്ട് ചെയ്യും. സോ മ്യൂച്വൽ കോമ്പറ്റീഷനുകൾ ഇല്ല. ഞാൻ അതിലേക്ക് വരാം. സോ അങ്ങനെ ഒരു സിസ്റ്റമാണ് ഈ ഒപെക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു മേജർ പ്ലെയർ എന്നുള്ള രീതിയിൽ നിന്ന് ഈ കൺട്രീസ് മാറി. അതായത് ഒപെക് പ്ലെയേഴ്സും നോൺ ഒപെക് പ്ലെയേഴ്സും വന്നു. ഫോർ എക്സാമ്പിൾ, റഷ്യ വന്നു, ബ്രസീൽ വന്നു, അങ്ങനെ US വന്നു, കാനഡ വന്നു. US-നെ കുറിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ US എന്താണ്? ഓയിൽ പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രികളിൽ ഒന്നാണ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള പല രാജ്യങ്ങളും വന്നു. എവിടെ നിന്നാണ്? അലസ്ക റീജിയനിൽ നിന്നൊക്കെയാണ് മേജർലി അവർക്ക് ഓയിൽ കിട്ടുന്നത്. ഓക്കെ, സോ ഇപ്പൊ നമുക്ക് റഷ്യയിൽ മാത്രം ഡിപ്പെൻഡൻസ് ആണോ? അല്ല, നമുക്ക് പല രാജ്യങ്ങളുമായിട്ട് ഓയിലിൽ ഡിപ്പെൻഡൻസ് ഉണ്ട്. സോ റഷ്യയിൽ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് കുറച്ച് പ്രൈസ് കൂടിയിട്ടാണെങ്കിലും ചിലപ്പോൾ അടുത്ത രാജ്യങ്ങളിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. സോ ഒരു മൾട്ടി ഡിപ്പെൻഡൻസി, ഒരാളിൽ നിന്ന് ഡിപ്പെൻഡൻസ് മാത്രമല്ല, പല ആളുകളിലേക്കുള്ള ഒരു എന്താണ് മൾട്ടി അലൈൻമെന്റ് ഇവിടെ പോസിബിൾ ആവാനായിട്ട് പറ്റും. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോളാർ പവറുകൾ, സോളാർ ഇലക്ട്രിസിറ്റി, അങ്ങനെയുള്ള അതർ ഫോസിൽ ഫ്യൂവൽ അല്ലാത്ത അതർ ഫ്യൂവൽസ് വിച്ച് ഈസ് റിന്യൂവബിൾ എനർജിയിലുള്ള ഒരു സർജ് ആണ്. പക്ഷെ അത് അത്രത്തോളം വലിയ സർജ് ഒന്നും അല്ല. ഞാൻ മുന്നേ ഒരു ബുക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഹൗ ദ വേൾഡ് റിയലി വർക്ക്സ് ബൈ വാക്കലവ് സ്മില്ലിന്റെ ഒരു ബുക്കാണ് ഹൗ ദ വേൾഡ് റിയലി വർക്ക്സ്. സോ അദ്ദേഹം പറയുന്നത് ഇലക്ട്രിസിറ്റിയിലൊക്കെ നമുക്ക് കാറുകളൊക്കെ മാറ്റാനായിട്ട് പറ്റും. പക്ഷേ ഗ്ലോബൽ വേൾഡ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് ഫോസിൽ ഫ്യൂവലിൽ തന്നെയാണ്. പെട്രോൾ, നമ്മളുടെ അമോണിയ മേക്കിംഗ്, NH3 മേക്ക് ചെയ്യാനായിട്ടുള്ളത്, ദെൻ സിമന്റ് മേക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ കമ്പനീസും ഓടിക്കൊണ്ടിരിക്കുന്നത് വലിയ വലിയ ജനറേറ്ററുകളായിട്ടുള്ള എന്തിലാണ്? നമ്മളുടെ ഫോസിൽ ഫ്യൂവൽ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ധനത്തിലാണ്. പ്ലാസ്റ്റിക് മേക്കിംഗ് ലോകത്തിന്റെ കമ്പനികൾ, അങ്ങനെ മേജർ ആയിട്ടുള്ള എല്ലാ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിലാണ്? നമ്മളുടെ ഫോസിൽ ഫ്യൂവലിൽ തന്നെയാണ്. അതുകൊണ്ട് ഫോസിൽ ഫ്യൂവൽ ഒരു മേജർ പാർട്ടാണ്. എന്നാൽ പല രീതിയിൽ അതിന്റെ ഡിപ്പെൻഡൻസി ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ ഇലക്ട്രിക് ട്രെയിനുകൾ വരെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം എന്താണ്? നമ്മളുടെ ഈ ഒരു ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷന് ഹെൽപ്പ് ചെയ്യും. ഓയിലിനെ പേർട്ടിക്കുലർലി നമ്മൾ വിളിക്കുന്നത് എന്താണ്? നമ്മളുടെ ഇമ്പോർട്ട് ഇൻഫ്ലേഷൻ എന്നാണ്. എന്താ ഇമ്പോർട്ട് ഇൻഫ്ലേഷൻ? ഇൻഫ്ലേഷൻ നിങ്ങൾക്കറിയാം അല്ലെ?
ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ. കണ്ണു അടച്ച് പറയാൻ പറ്റണം. 4 മാസം 5 മാസം പോയി നമ്മൾ കറണ്ട് അഫയേഴ്സ് കേൾക്കാൻ തുടങ്ങിയത്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ റൈസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ. സോ ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലില്ലാത്ത ഇൻഫ്ലേഷൻ പോരാഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ പുറത്തു നിന്ന് ഇൻഫ്ലേഷനെ ഇമ്പോർട്ട് ചെയ്യാണ്. അതെങ്ങനെ ഇൻഫ്ലേഷനെ ഇമ്പോർട്ട് ചെയ്യുന്നത്? ഓയിൽ വാങ്ങിച്ചു കഴിയുമ്പോൾ. അതുകൊണ്ടാണ് അതിനെ ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു കൺസെപ്റ്റ് ഉണ്ട്. വാട്ട് ഈസ് പെട്രോ ഡോളർ? എന്താണ് പെട്രോ ഡോളർ? പെട്രോ ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഡോളർ ബിക്കം ദാറ്റ് മച്ച് പ്രൊമിനന്റ് കറൻസി? എന്തുകൊണ്ടാണ് ഇന്ത്യൻ രൂപ പ്രൊമിനന്റ് അല്ലാത്തത്? ഇന്ത്യൻ രൂപയിൽ എല്ലാവരും ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ രൂപ പ്രൊമിനന്റ് ആവും. സോ ഡിമാൻഡ്, നമ്മൾ എന്താണ് ഇന്റർനാഷണൽ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, കറൻസിയുടെ ഡിമാൻഡും സപ്ലൈയും എങ്ങനെയാണെന്നുള്ളതൊക്കെ. സോ വൈ ഡോളർ ബിക്കം പ്രൊമിനന്റ്? ബിക്കോസ് ലോകത്തിലെ പെട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പേയ്മെന്റുകളും നടക്കുന്നത് ഡോളറിലാണ്. ഡോളർ അലൈൻ ചെയ്തിരിക്കുന്നത് ഗോൾഡിലല്ല, പകരം എന്തിലാണ്? പകരം നമ്മളുടെ പെട്രോളിലാണ്. ഓക്കെ, ഡോളറിനെ ബാക്ക് ചെയ്യുന്നത് ഗോൾഡ് അല്ല, പകരം പെട്രോൾ ആണ്. അതുകൊണ്ടാണ് അതിനെ പെട്രോൾ ഡോളർ എന്ന് വിളിക്കുന്നത്. 1970 കാലഘട്ടങ്ങളിലാണ് നമ്മുടെ യോം കിപ്പൂർ വാർ, ഓർക്കുന്നുണ്ടോ? യോം കിപ്പൂർ വാർ, അല്ലെങ്കിൽ നമ്മുടെ അറബ് ഇസ്രായേൽ വാറിന്റെ ഒക്കെ ഒരു 1970 ടൈമിലാണ് സൗദി അറേബ്യ ആയിട്ട് ചെന്നിട്ട് നമ്മളുടെ USA, നമ്മളുടെ അമേരിക്ക ചെന്നിട്ട് പറഞ്ഞു, മക്കളെ ഇനി നിങ്ങൾ വലിയ വലിയ ഓയിലൊക്കെ എക്സ്പോർട്ട് ചെയ്തോളൂ, പക്ഷേ എക്സ്പോർട്ട് ചെയ്യുന്ന ഓയിലുകളെല്ലാം ഡോളറിലായിരിക്കണം പേ ചെയ്യേണ്ടത്. ദെൻ ആദ്യം സൗദി അറേബ്യയോടും ദെൻ ഒപെക് കൺട്രീസിനോട് എല്ലാവരോടും പറഞ്ഞു, എന്ത്, ഇനി നിങ്ങൾ പേ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോളറിലായിരിക്കണം. പറയല്ല, ഒരു എഗ്രിമെന്റിൽ ഒപ്പിട്ടു. ഓക്കെ, സോ ആ ഒരു എഗ്രിമെന്റിന്റെ ബേസിസിലാണ് ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസും നോൺ പ്രൊഡ്യൂസിങ് കൺട്രീസും എന്ത് ചെയ്യുന്നത്? മീൻസ് ഒപെക് കൺട്രീസും നോൺ ഒപെക് കൺട്രീസും എന്ത് ചെയ്യുന്നത്? ഓയില് ഡോളറിന്റെ ബേസിസിൽ പേ ചെയ്യുന്നത്. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് പെട്രോ ഡോളർ. അതുകൊണ്ടാണ് ഓരോ പെട്രോൾ ട്രാൻസാക്ട് ചെയ്യുമ്പോഴും അമേരിക്കയ്ക്ക് പണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ത്യക്ക് പണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ഡോളറിന്റെ ഡിമാൻഡ് കൂടുന്നു, ഇന്ത്യൻ കറൻസിയുടെ ഡിമാൻഡ് കുറയുന്നു. സോ ഡിമാൻഡ് കൂടി കഴിയുമ്പോൾ എന്ത് പറ്റും? ആ കറൻസി കൂടുതലായിട്ട് ആവശ്യപ്പെടാനായിട്ട് ആളുകൾ വരും, അതിന്റെ ആവശ്യകത കൂടും. സോ ഇറ്റ് ക്രിയേറ്റ്സ് വാട്ട്? നമ്മളുടെ കറൻസിയുടെ ഡിമാൻഡ് കുറയുകയും ഒരു ഇൻഫ്ലേഷൻ, ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടും സഹായിക്കും. മനസ്സിലാകുന്നുണ്ട്? സോ ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു എന്താണ്, ഒരു ഫോർകാസ്റ്റ് കൂടിയിട്ട് ഇവിടെ നടത്തിയിരിക്കുന്നുണ്ട്. അതായത് എന്താണ്, മില്യൺ ബാരൽ പെർ ഡേ എന്നുള്ള രീതിയിലാണ് പെട്രോളുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാരലിലാണ് പെട്രോളുകൾ, ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ മില്യൺ ബാരൽ പെർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 മില്യൺ ബാരലൊക്കെയാണ് നമ്മൾ ഒരു ദിവസം പെട്രോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ എന്താണ്, അങ്ങനെ ഒരു പ്രൊജക്ഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ പ്രൈസ് ഇനിയും കുറയാനായിട്ടുള്ള സാധ്യതകളാണ് നമ്മൾ നാട്ടിൽ കാണുന്നത്. പക്ഷേ ഒപ്പ കൺട്രീസ് പറയുന്നത് എന്താണ്? ഓയിൽ പ്രൈസ് കുറയില്ല, എന്താണ് ഓയിൽ പ്രൈസ് കൂടുകയുള്ളൂ. കാരണം ഒരു ഡിമാൻഡ് കൂടുതൽ വരും, എന്നാൽ സപ്ലൈ ഷോർട്ടേജ് വരും. പക്ഷേ എന്താണ്, OECD എല്ലാം പറയുന്നത് ഓയിൽ പ്രൈസ് കുറയാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ അവസരത്തിൽ നമ്മൾ പഠിക്കുന്നത് ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് ഒപെക് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നമ്മൾ ഇവിടെ പഠിക്കുന്നു. 1950-60 കാലഘട്ടങ്ങളിലാണ് ഈ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രീസിന് എല്ലാവർക്കും കൂടിയിട്ട് ഒരു കാർട്ടൽ സിസ്റ്റം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചേരണം എന്നൊരു സിസ്റ്റം വന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. മിഡിൽ ഈസ്റ്റിൽ മൊത്തം ഓയിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് തുടങ്ങി. ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ, ദെൻ സൗത്ത് അമേരിക്കൻ റീജിയൻ, ഇന്നലെ നമ്മൾ പഠിച്ചില്ലേ മെർക്കോസാർ, അതുമായി ബന്ധപ്പെട്ട് വെനിൻസുലയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. സോ ഇങ്ങനെയുള്ള റീജിയനുകളിലെല്ലാം എന്ത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് തുടങ്ങി? ഓയില് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് തുടങ്ങി. ഓരോരുത്തരും കയറ്റി വിടാനായിട്ട് അങ്ങോട്ട് തുടങ്ങി. സോ അതൊരു കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യുകയും അവർ തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിലിറ്റി നിലനിന്ന് പോവാതെ വരുന്ന അവസ്ഥയിലേക്കായി. അതുകൊണ്ട് അവരെല്ലാവരും കൂടി തീരുമാനിച്ചു, നമ്മൾ ഇനി പരസ്പരം പോരടിക്കേണ്ട കാര്യമില്ല, പകരം നമ്മൾ എന്ത് ചെയ്യും? നമ്മളെല്ലാവരും കൂടി കൂട്ടവും. അതായത് നമ്മളുടെ ഈ സിനിമയിൽ പറയില്ലേ, നമ്മളുടെ കീലേരി അച്ചുവിന്റെ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. അതിൽ എല്ലാവരും കൂടിയിട്ട് ഇവർ രണ്ടുപേരും 2 ഓയിൽ എക്സ്പോർട്ടിംഗ് കൺട്രീസ് തോളത്ത് കൈയിട്ടിട്ട് ഞങ്ങളെ അടിക്കാൻ ആരുണ്ടാന്ന് ചോദിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെയും നടന്നത്.
ഓക്കെ, സോ എല്ലാ ഓയിൽ എക്സ്പോർട്ടിംഗ് കൺട്രീസ് ജോയിൻ ചെയ്തുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടി ഒരു കാർട്ടൽ സിസ്റ്റമായിട്ട് പ്രവർത്തിക്കും. എന്തോരം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, എത്ര വിലക്ക് വിൽക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, ഇല്ലെങ്കിൽ പൊക്കുക. അങ്ങനെയായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഒപ്പെക്കിന്റെ ഫോർമേഷൻ വരുന്നത്. 1960 ഇറാഖിലാണ് ഒപ്പെക് ഫോം ചെയ്തത്, വിച്ച് ഈസ് ഫേമസ്ലി നോൺ ആസ് ദ ബാഗ്ദാദ് ഡിക്ലറേഷൻ. എന്താണ് ബാഗ്ദാദ് ഡിക്ലറേഷൻ അല്ലെങ്കിൽ ബാഗ്ദാദ് സബ്മിറ്റിലാണ് എന്ത് ക്രിയേറ്റ് ചെയ്തത്? 1960 ഒപ്പെക് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഫൗണ്ടിങ് മെമ്പേഴ്സ് ആയിട്ട് ഇറാൻ, ഇറാഖ് അറിയാലോ, മനസ്സിലേക്ക് മൈൻഡ് മാപ്പിൽ ഇറാനും ഇറാഖും വന്നോ എന്ന് വിചാരിക്കുന്നു. ദെൻ സൗദി അറേബ്യ, റെക്ടാംഗിൾ ഷേപ്പിൽ കിടക്കുന്ന വലിയ രാജ്യം സൗദി അറേബ്യ. ദെൻ കുവൈറ്റ്, ചെറിയൊരു രാജ്യം, ഒരു പൊട്ട് പോലെ അവിടെയുണ്ട്. വെനിൻസുല എവിടെയാണ്? സൗത്ത് അമേരിക്കയുടെ മുകളിൽ കിടക്കുന്ന രാജ്യം ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അതിന്റെ മുകളിലായിട്ടുള്ള ചെറിയ രാജ്യമാണ് 5 നേഷൻ കൺട്രീസിലേക്ക് പോയത്. സോ വെനിൻസുല നമുക്കറിയാം, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ അറിയാം. സോ ഈ രാജ്യങ്ങൾ, ഈ 5 രാജ്യങ്ങൾ കൂടി ചേർന്നിട്ടാണ് എന്ന് ഒപ്പെക് എന്തിലേക്ക് ഫോം ചെയ്യുന്നത്? 1960 ബാഗ്ദാദ് ഡിക്ലറേഷൻ വരുത്തുന്നത്. ദെൻ അതിനുശേഷം പല രാജ്യങ്ങളും ചേർന്നു. ഇന്തോനേഷ്യ ചേർന്നിട്ടുണ്ടായിരുന്നു, ഇന്തോനേഷ്യ എന്നിട്ട് മാറി. ദെൻ വേറെ ഏത് രാജ്യങ്ങളാണ്? ഒരുപാട് രാജ്യങ്ങൾ. അങ്ങനെ ഇന്ന് കറന്റ്ലി ഒപ്പെക് 13 രാജ്യങ്ങളുള്ള കൺട്രി, അതായത് 13 കൺട്രീസ് ഉള്ള ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. എന്താണ്? ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. സോ എത്ര രാജ്യങ്ങളുണ്ട്? 13 രാജ്യങ്ങളുണ്ട്. എന്താണ് ഈ രാജ്യങ്ങളിലേക്ക് കയറാനായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ? ഇന്ത്യ എന്തുകൊണ്ട് ഒപ്പെക്കിൽ മെമ്പർ ആവുന്നില്ല? കാരണം ഇന്ത്യ ഒരു ഓയിൽ എക്സ്പോർട്ടിംഗ് കൺട്രി അല്ല. വെറുതെ ഒരു ഓയിൽ എക്സ്പോർട്ടിംഗ് കൺട്രി ആയാൽ മതിയോ? പോരാ. നിങ്ങളുടെ ഓയിൽ കൺസപ്ഷൻ നോക്കുമ്പോൾ നിങ്ങൾ നെറ്റ് എക്സ്പോർട്ടർ ആയിരിക്കണം. ഓക്കെ, ഇന്തോനേഷ്യ വലിയ കാര്യത്തിന് 1983 കാലഘട്ടങ്ങളിൽ പോയി ചേർന്നു. പക്ഷേ 2009 കാലഘട്ടങ്ങളെ ആയപ്പോഴേക്കും ഇന്തോനേഷ്യ നെറ്റ് കൺസ്യൂമറായി അല്ലെങ്കിൽ നെറ്റ് ഇമ്പോർട്ടറായി. അതായത് അവരവിടെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവര് എന്തും ചെയ്യുന്നുണ്ട്, ഓയില് അവരുടെ കൺസപ്ഷന് വേണ്ടിയിട്ട് വാങ്ങിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നെറ്റ് എടുക്കുമ്പോൾ, ടോട്ടൽ എടുക്കുമ്പോൾ അവര് കൂടുതൽ ഓയിൽ ഇമ്പോർട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒപ്പെക്കുകാർ പറഞ്ഞു, മക്കളെ ഇന്തോനേഷ്യ 2009 നിങ്ങൾ പുറത്തു പോകണം. അങ്ങനെ പല രാജ്യങ്ങളും വരികയും പോവുകയും ചെയ്യും. ഒപ്പെക്കിന്റെ പോളിസീസ് അനുസരിക്കാൻ പറ്റാത്ത രാജ്യങ്ങൾ പുറത്തു പോകും. അങ്ങനെ ഡിഫറെന്റ് കലാപരിപാടികൾ ഇതിന്റെ ഉള്ളിൽ നടക്കാറുണ്ട്. കറന്റ്ലി ഇതിന് 13 മെമ്പേഴ്സ് ആണുള്ളത്. ഓക്കെ, മിഡിൽ ഈസ്റ്റിൽ നിന്നുണ്ട്, ആഫ്രിക്കയിൽ നിന്നുണ്ട്, സൗത്ത് അമേരിക്കയിൽ നിന്നുണ്ട്. ദെൻ ഈ ഒപ്പെക്കിലുള്ളവർ മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ? അല്ല, ഒപ്പെക്കിൽ അല്ലാത്തവരും ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോ കറന്റ്ലി ഒരു 21ാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോഴേക്കും എന്താണ്, ഒപ്പെക്കിൽ ഇല്ലാത്തവരും ട്രേഡ് ചെയ്യുന്നുണ്ട്. ഒപ്പെക്കിന്റെ സാധ്യത തിരിച്ചറിഞ്ഞ ഒരാളാണ് അമേരിക്ക. അമേരിക്ക പറഞ്ഞു, മക്കളെ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ട്രേഡ് ചെയ്തോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, ഒപ്പെക്കിനെ ഞങ്ങൾ സ്വീകരിക്കുകയാണ്, പക്ഷേ ട്രേഡ് ചെയ്യുമ്പോൾ ഡോളറിൽ ട്രേഡ് ചെയ്താൽ മതി. അങ്ങനെയാണ് പെട്രോ ഡോളർ ക്രിയേറ്റ് ചെയ്യുന്ന 1970 കാലഘട്ടങ്ങളിൽ. അന്ന് അറബ് വാറിന്റെ സമയത്ത് ലോകത്തോട് ഈ അറബ് നേഷൻസ് ആണല്ലോ ഏറ്റവും കൂടുതൽ ഒപ്പെക്കിൽ ഉണ്ടായിരുന്നത്. ഇവന്മാര് പറഞ്ഞു, ഞങ്ങൾ ഓയിൽ തരില്ല, നിങ്ങൾ എവിടെ നിന്ന് വെച്ചാൽ ഓയിൽ കുഴിച്ചെടുത്തോളൂ. തെറ്റില്ലേ? സോ നേരെ അമേരിക്ക ചെന്നിട്ട് പറഞ്ഞു, എന്ത്, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ട്രേഡ് ചെയ്യാം, പക്ഷേ പെട്രോ ഡോളറിലായിരിക്കണം ട്രേഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ദെൻ ഒപ്പെക് പ്ലസ് എന്ന് പറയുന്ന ഒരു കൺട്രി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഒപ്പെക്സ് പ്ലസ്. അപ്പൊ ഒപ്പെക് ഇവിടെയുണ്ട്, നോൺ ഒപ്പെക് മെമ്പേഴ്സ് ഇവിടെയുണ്ട്. ആരൊക്കെയുണ്ട് നോൺ ഒപ്പെക് മെമ്പേഴ്സ്? ഒപ്പെക്കിൽ മേജർലി മിഡിൽ ഈസ്റ്റ് നിന്നുള്ളവരുണ്ട്, സൗത്ത് അമേരിക്കയിൽ നിന്നുള്ളവരുണ്ട്, ആഫ്രിക്കയിൽ നിന്നുള്ളവരുണ്ട്. എന്നാൽ ഇത് മാത്രമല്ലല്ലോ ക്രൂഡ് ഓയിലിന്റെ, പെട്രോളിന്റെ സോഴ്സ് ഉള്ള രാജ്യങ്ങൾ. അല്ല, യൂറോപ്പിലെ പല രാജ്യങ്ങളും ഉണ്ട്, ഈവൻ റഷ്യയുണ്ട്, അമേരിക്കയുണ്ട്, കാനഡയുണ്ട്. ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ എന്തായിരുന്നു? നോൺ ഒപ്പെക് മെമ്പേഴ്സ് ആയിരുന്നു. സോ ഒപ്പെക്കിന്റെ അല്ലെങ്കിൽ ഈ പെട്രോളിന്റെ ഒരു ട്രേഡില് കുറച്ച് കുറവൊക്കെ വരാൻ തുടങ്ങി, ഒരു സ്റ്റെബിലൈസേഷൻ സംഭവിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഒപ്പെക്കിലെ ആളുകൾക്ക് മനസ്സിലായി, നമ്മൾ ഈ പുറത്തുള്ളവന്മാരെ പിടിച്ച് പുറത്ത് നിർത്തിയിട്ട് ഒരു കാര്യമില്ല. എന്ത് ചെയ്യണം? അവന്മാരെ കൂടിയിട്ട് നമ്മളുടെ കൂട്ടത്തിൽ കൂട്ടണം. അപ്പൊ എന്ത് സംഭവിച്ചു? നവംബർ 2016 നവംബർ ഡിസംബർ കാലഘട്ടങ്ങളിലായപ്പോഴേക്കും നോൺ ഒപ്പെക് മെമ്പേഴ്സിനെ കൂടിയിട്ട് നമ്മളുടെ ഒപ്പെക്കിലേക്ക്, ഒപ്പെക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കാർട്ടലിലേക്ക്, ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷനിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടായി. സോ അതില് മേജർ പ്ലെയർ ആയിട്ട് ആക്ട് ചെയ്തത് ആരാണ്? റഷ്യയാണ്. റഷ്യ
അങ്ങനെ ഒപ്പക്കിനോട് സഹകരിക്കാമെന്ന് തീരുമാനിച്ചു. റഷ്യ മാത്രമല്ല, മലേഷ്യ, അങ്ങനെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് പലരും ഈ ഒപ്പക്കിനോട് സഹകരിക്കാമെന്ന് തീരുമാനിക്കുകയും ഒപ്പെക്സ് പ്ലസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിംഗിലേക്ക് വരികയും ചെയ്തു. മേജർ പ്ലെയർ ആരാണ്? റഷ്യയാണ്. സോ ഇപ്പോഴും മനസ്സിലാക്കുക, നമ്മളുടെ USA-യും കാനഡയും ബ്രസീലും പോലെയുള്ള കൺട്രികൾ എന്ത് ചെയ്തിട്ടില്ല? ഒപ്പെക് കൺട്രീസിലോ ഒപ്പെക് പ്ലസ് എന്ന് പറയുന്നതിനോടോ വലിയ സഹകരണങ്ങളൊന്നുമില്ല. ഓക്കെ, സോ ഒപ്പെക് പ്ലസ് വന്നപ്പോഴേക്കും റഷ്യയും ഖസാക്കിസ്ഥാനും ഒമാൻ എവിടെയാ കിടക്കുന്നത്? മിഡിൽ ഈസ്റ്റിൽ തന്നെ കിടക്കുന്ന ഒരു കൺട്രിയാണ് ഒമാൻ എന്ന് പറയുന്നത്, സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ്. ഓക്കെ, സോ ഒമാനോട് എന്ത് പറഞ്ഞു? ഒമാൻ ഒപ്പെക്കിലൊന്നും അംഗമല്ല, ഒപ്പെക് പ്ലസിലേക്ക് വന്നപ്പോൾ അവർ സഹകരിച്ചു. ദെൻ മെക്സിക്കോ, സൗത്ത് സുഡാൻ, മലേഷ്യ ഇങ്ങനെയുള്ള കൺട്രീസ് എല്ലാം എന്ത് ചെയ്തു? ഒപ്പെക് പ്ലസിന്റെ ഭാഗമായി. ഓക്കെ, സോ ഒരു 5 മില്യൺ ബാരൽ പെർ ഡേ ആണ് ലോകത്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ അറൌണ്ട് ഒരു 3.5 ബാരൽ പെർ ഡേ, മില്യൺ ബാരൽ പെർ ഡേ എന്ത് ചെയ്യുന്നുണ്ട്? ഒപ്പെക് കൺട്രീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതിന്റെ ഒരു യൂട്ടിലൈസേഷൻ, അതിന്റെ ഒരു കണക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഏകദേശം പകുതിയിൽ കൂടുതൽ, ഒരു 60% കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് കൺട്രീസ് ആണ്? ഒപ്പെക് കൺട്രീസ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇന്ത്യയുടെ ഓയിൽ ഡിപ്പെൻഡൻസിക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന കൺട്രീസുകളിൽ പെടാവുന്ന, പെർട്ടിക്കുലർലി സൗദി അറേബ്യ, ദെൻ ഒപ്പെക്സ് പ്ലസിൽ പെടുന്ന റഷ്യ, ഇവരെല്ലാവരും ഇന്ത്യയുടെ ഓയിൽ ഡിപ്പെൻഡൻസിക്ക് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ആളുകളാണ്. സോ ഇതാണ് ഈ ഒപ്പെക് പ്ലസ്. ദെൻ നോൺ ഒപ്പെക് മെമ്പേഴ്സ് ഇപ്പോഴും ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇതാണ് ഇന്ത്യയുടെ ഒരു ഓയിലിന്റെ സ്ട്രക്ചർ, ഒരു ഓയിൽ ഇമ്പോർട്ടിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ആർട്ടിക്കിളിലേക്ക് പോകണം. നെക്സ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു എനർജി സ്ട്രക്ചറിലേക്ക് തന്നെയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ദ ബെസ്റ്റ് ആർട്ടിക്കിൾ ട്ടോ. അതായത് ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ നിങ്ങൾ ഏത് ആർട്ടിക്കിൾ വിട്ടു കഴിഞ്ഞാലും ഇത് വിടരുത്. കാരണം എന്താണ്? ഫസ്റ്റ് ഒരു ഓപ്പൺ എഡിറ്റോറിയൽ ഉണ്ട്, ഹിമാചൽ പ്രദേശിന്റെ എന്താണ് എൻവിറോൺമെന്റൽ ക്രൈസിസിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. സോ അത്ര എന്താണ് ഇൻഫോർമേഷൻ ഗ്യാതറിംഗ് അല്ലാത്തൊരു ഒരു ന്യൂസ്, ഒരു ഓപ്പൺ എഡിറ്റോറിയൽ ആയതുകൊണ്ടാണ് ഞാനത് ഡിസ്കസ് ചെയ്യാതിരുന്നത്. എന്നാൽ അത് കാണുമ്പോൾ ഭയങ്കര വലുതായിട്ടൊക്കെ തോന്നുമെങ്കിലും അതിൽ ദീർഘമായിട്ട് വലുതായിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ, പക്ഷേ ഈ ഒരു ചെറിയ എഡിറ്റോറിയൽ ഒരുപാട് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത്? ഇന്ത്യൻ എന്താണ് സോളാർ പവറിന്റെ ഒരു സ്റ്റോറിയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ സോളാർ പവർ എന്തോരമാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ റേഷ്യോ, അതിന്റെ കണക്കുകളാണ്. നമ്മളുടെ പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയുടെ കണക്കുകൾ, വെബ്സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ള കണക്കുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ ഫസ്റ്റ് ചോദ്യം, ഇന്ത്യയുടെ എൻവിറോൺമെന്റൽ പ്ലാനുകൾ എന്താണ്? ഇന്ത്യയുടെ എൻവിറോൺമെന്റൽ ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ വിഷൻ എന്താണ്? 2 വിഷൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്. എന്റെ കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ 2 വിഷൻ കണ്ണു അടച്ച് പറയണം. ഏതാണ്? ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2070 നെറ്റ് സീറോ എമിഷൻ അറ്റൈൻ ചെയ്യുക. എന്താണ്? 2070 ആകുമ്പോൾ നെറ്റ് സീറോ എമിഷൻസ് അറ്റൈൻ ചെയ്യുക. ദെൻ രണ്ടാമത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2030 ആകുമ്പോഴേക്കും 500 ജിഗാവാട്ട് എന്തുൽപാദിക്കണം? നോൺ ഫോസിൽ ഫ്യൂവലുകളിൽ നിന്നുള്ള ഫോസിൽ ഫ്യൂവലിൽ നിന്ന്, വിച്ച് മീൻസ് റിന്യൂവബിൾ എനർജിയിൽ നിന്നുള്ള ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി, എനർജിയുടെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഫോസിൽ ഫ്യൂവലിൽ നിന്ന് മാറ്റിയിട്ട് 500 ജിഗാവാട്ട് 2030 കൂടിയിട്ട് എത്തിക്കണം. ഓക്കെ, സോ അതാണ് നമ്മളുടെ വിഷൻ. 2030 കൂടിയിട്ട് 500 ജിഗാവാട്ട് നോൺ ഫോസിൽ ഫ്യൂവൽ കപ്പാസിറ്റി എത്തിക്കണം ഇന്ത്യയിൽ. ഓക്കെ, സോ ഇന്ത്യയിൽ 500 ജിഗാവാട്ട് എത്തിക്കണം. ഈ 500 ജിഗാവാട്ടിൽ തന്നെ 250 ജിഗാവാട്ടും എന്താണ്? 250 ജിഗാവാട്ടും സോളാർ എനർജിയിൽ നിന്ന് മാത്രമായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇന്ത്യയുടെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഡിഫറൻറ്റ് പദ്ധതികൾ ഉയർത്തുകൊണ്ടുവന്നിട്ടുണ്ട്. PM കുസും, PM എന്താണ് ഹർഗർ സോളാർ എന്ന് പറഞ്ഞിട്ട് ഹർഗർ സൂര്യ യോജന, പിന്നെ വേറെ എന്താണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വൺ സൺ വൺ ഗ്രിഡ് പ്രൊജക്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ഡിഫറെന്റ് പ്രൊജക്ടുകൾ ഈ ഒരു സോളാർ എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു മാപ്പിലേക്ക് വരാം. അതിനു മുന്നേ ഓക്കെ, സോ നമ്മളുടെ വിഷനും നമ്മളുടെ ആക്ടിവിറ്റീസും ഇതിനോട് അലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ ന്യൂസിൽ എന്താ പറയുന്നത്? ഇന്നത്തെ ന്യൂസിൽ ഇതിന്റെ മേജർ പ്ലെയർ ആരാണ്? ചൈനയാണ്. ഓഫ് കോഴ്സ് ചൈനയാണ്.
കാരണം എന്താണ്? ചൈനയ്ക്ക് ഈ സൺലൈറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഫോട്ടോവോൾട്ടൈക് സെല്ലുകൾ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര പ്രാവീണ്യമാണ്. അവരുടെ ഇൻഡസ്ട്രീസും ഫാക്ടറീസും എല്ലാം സെമി കണ്ടക്ടേഴ്സും എല്ലാം എന്താണ് ഇതിനോട് അലൈൻ ചെയ്തുകൊണ്ടാണ് ഉള്ളത്. ഓക്കെ, സോ ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യയുടെ മേജർ ആയിട്ട് അടിക്കാനായിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് നമ്മളുടെ ചൈനയാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇന്ത്യയുടെ വിഷൻ പറഞ്ഞു, ഇന്ത്യയുടെ കോമ്പറ്റീറ്ററെ പറഞ്ഞു. ഇന്ത്യയുടെ നിലവിലുള്ള സ്ഥിതി എന്താണ്? ഒരു വർഷം ഇന്ത്യയിൽ എത്ര എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട്? അതായത് എല്ലാവരും ഇലക്ട്രിസിറ്റി ആയിട്ടും ദെൻ അതർ എനർജീസ് ആയിട്ട് എന്തോരം എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട്? കറന്റ്ലി ഇന്ത്യയുടെ ഒരു കൺസപ്ഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 200 ജിഗാവാട്ടാണ്. ഞാൻ ഈ ഡിസ്കഷൻ മൊത്തം കൊണ്ടുപോകുന്നത് ജിഗാവാട്ടിലാണ്, വിച്ച് മീൻസ് എനർജി. എന്താണ് പവറിന്റെ റേഷ്യോ ആണല്ലോ എന്ത് വാട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ജിഗാവാട്ടിലാണ് ഞാൻ മൊത്തം ഡിസ്കഷൻ കൊണ്ടുപോകുന്നത്. സോ ഇന്ത്യയുടെ എനർജി ഡിപ്പെൻഡൻസ്, എനർജി കപ്പാസിറ്റി എത്രയാണ്? അതായത് യൂസ് ചെയ്യുന്ന എനർജി എത്രയാണ്? ഏകദേശം 200 ഒന്നുമില്ല, 189, 190. നമുക്ക് ഒരു 200ലേക്ക് റൗണ്ട് ചെയ്ത് പിടിക്കാം. ഓക്കെ, 200 ജിഗാവാട്ട് എനർജിയാണ്. ഇന്ത്യയുടെ ഇൻസ്റ്റാൾഡ് പവർ കപ്പാസിറ്റി എത്രയാണ്? ഓക്കെ, ഇൻസ്റ്റാൾഡ് പവർ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡാമുകളുണ്ട്, സൂര്യ ഇതിൽ നിന്ന് വരുന്ന സോളാർ എനർജി ഉണ്ട്, ദെൻ ഫോസിൽ ഫ്യൂവലുകളിൽ നിന്ന് തെർമൽ പവർ പ്ലാന്റുകൾ ഉപയോഗിക്കുന്ന എനർജി ഉണ്ട്. സോ അങ്ങനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി എത്രയാണ്? 475 ജിഗാവാട്ടാണ്. ഇത് ജൂണിലാണ് എത്തിയത്. ജൂൺ ജൂലൈ മാസത്തിലാണ് ഈ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയത്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഒരു എനർജി സർപ്ലസ് അല്ലെങ്കിൽ പവർ സർപ്ലസ് കൺട്രിയാണ്? അല്ല. പവർ സർപ്ലസ് കൺട്രി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് ഉത്തരവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 475 ജിഗാവാട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഇത് ആളുകളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് എത്തുമ്പോഴേക്കും ലോസ് ഇൻ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, ദെൻ അതർ ഒബ്ലിഗേഷനുകൾ ഉണ്ട്. സോ ഇതെല്ലാം നോക്കിക്കഴിയുമ്പോൾ ഏകദേശം ഈക്വൽ എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് വരുന്നത്, എനർജി സെക്ടറിൽ വരുന്നത്. സോ 475 നമ്മളുടെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. ദെൻ നമ്മളുടെ കൺസപ്ഷൻ എത്രയാണ്? ഏകദേശം 200, വിച്ച് മീൻസ് പകുതിയാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് എനർജി കപ്പാസിറ്റി അല്ലെങ്കിൽ പവർ കൺസപ്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതൊരു 2030 ആകുമ്പോഴേക്കും എന്ത് പറ്റും? ഒരു 384, 400 ലെവലിലേക്ക് കൺസപ്ഷൻ മാറും. ഓക്കെ, ദെൻ ആ 400 ലെവലിലേക്ക് കൺസപ്ഷൻ മാറുമ്പോൾ നമ്മൾ 2030 എവിടെ എത്തും? 500 ജിഗാവാട്ട് വൈദ്യുതി അല്ലെങ്കിൽ 500 ജിഗാവാട്ട് പവർ നമ്മൾ എവിടെ നിന്ന് ഉത്പാദിപ്പിക്കും? നോൺ ഫോസിൽ ഫ്യൂവലിൽ നിന്ന് മാത്രം ഉത്പാദിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യ മാറും. അപ്പൊ എന്താണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന എമൗണ്ട് ഓഫ് എന്താണ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ പവർ എന്താണ് ഫോസിൽ ഫ്യൂവലിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മളുടെ ടോട്ടൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യില്ല. ഓക്കെ, ദെൻ അങ്ങനെ ഈ 475 ജിഗാവാട്ടാണ് നമ്മളുടെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതില് തെർമലും നോൺ ഫോസിൽ ഫ്യൂവലുകളും അടക്കമുള്ള റേഷ്യോസ് എങ്ങനെയാണ്? പലപ്പോഴും പ്രിലിംസിനും കേരള PSCയുടെ എക്സാമിനേഷനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു ഡയഗ്രാം. ഇങ്ങനെയുള്ള ഡയഗ്രാം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വിടരുത്. ഓക്കെ, സോ ടോട്ടൽ ഇൻസ്റ്റാൾഡ് പവർ കപ്പാസിറ്റിയുടെ എത്രയാണ്? 240 എന്താണ് ഏറ്റവും കൂടുതൽ അറൗണ്ട് 50% എന്താണ്? അറൗണ്ട് 50% എന്താണ്? നമ്മളുടെ തെർമൽ പവർ പ്ലാന്റ് ആണ്. തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഡീസൽ, പെട്രോൾ എല്ലാം, കോള് ഇതെല്ലാം ഒഴിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഫോസിൽ ഫ്യൂവലുകൾ ഉപയോഗിച്ചുകൊണ്ട് കത്തുന്ന നോൺ റിന്യൂവബിൾ സോഴ്സിൽ നിന്ന് കത്തുന്ന പവർ പ്ലാന്റുകളാണ്. ദെൻ നോൺ റിന്യൂവബിൾ സോഴ്സ് അല്ലെങ്കിൽ റിന്യൂവബിൾ സോഴ്സിൽ നിന്ന് വരികയാണെങ്കിൽ, റിന്യൂവബിൾ സോഴ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താണ്? ഏറ്റവും കൂടുതൽ സോളാർ പവർ ആണ്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് റിന്യൂവബിൾ സോഴ്സിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് വിൻഡ്, ഹൈഡ്രോ ഇലക്ട്രിക്, സോളാർ എന്ന് പറഞ്ഞിട്ട് ഏതാണ് ശരി ഉത്തരം എന്നൊക്കെ തെരഞ്ഞെടുത്ത് എഴുതുക. പിള്ളേര് എന്താണ് കേരളത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡാമുകളാണ്, അതുകൊണ്ട് എന്ത് കൂത്തും? ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് നോക്കും. അല്ല, ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വരുന്നത് എവിടെ നിന്നാണ്? റിന്യൂവബിൾ സോഴ്സിൽ നിന്ന്. സോളാർ പവറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സോഴ്സ് വരുന്നത്, വിച്ച് ഈസ് അറൌണ്ട് 110, വിച്ച് മീൻസ് തെർമൽ പവറിന്റെ ഏകദേശം പകുതിയോളം മാത്രമാണ് എത്തിയിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് സോളാർ പവർ ആണ്. നെക്സ്റ്റ് വരുന്നത് ഹൈഡ്രോ ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഹൈഡ്രോ ആണ്. അതിനുശേഷം വരുന്നതോ
അതിനുശേഷം വരുന്നത് വിൻഡ് എനർജി വരുന്നുണ്ട്. അല്ല, നെക്സ്റ്റ് വരുന്നത് വിൻഡ് എനർജിയാണ് 51. ഓക്കെ, അതിനുശേഷം മാത്രമാണ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടുകൾ വരുന്നത്. ഓക്കെ, ഒരു മാപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ നോക്കുക, സോളാർ പവർ ആദ്യം വരുന്നു, വിൻഡ് എനർജി രണ്ടാമത് വരുന്നു, മൂന്നാമത് ആര് വരുന്നു? ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടുകൾ വരുന്നു. അതിനുശേഷമാണ് ന്യൂക്ലിയറും സ്മോൾ ഹൈഡ്രോ പവറും ബയോ പ്ലാന്റുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. സോ റിന്യൂവബിൾ സോഴ്സിൽ നിന്ന് വരുന്നതിൽ ഏറ്റവും കൂടുതൽ സോളാർ, മനസ്സിൽ ഉറപ്പിക്കുക, ഏറ്റവും കൂടുതൽ സോളാർ, ദെൻ ഹൈഡ്രോ, ദെൻ എന്താണ്, ദെൻ ഹൈഡ്രോ അല്ല, ദെൻ വിൻഡ്, ദെൻ ഹൈഡ്രോ, മൂന്നാമതാണ് ഹൈഡ്രോ വരുന്നത്. ഓക്കെ, തെറ്റരുത്, ആദ്യം വിൻഡ് എനർജി ആണ്, ദെൻ അതിനുശേഷം എന്ത് വരുന്നു? ഹൈഡ്രോ വരുന്നു. അതിനേക്കാളും ഏറ്റവും കൂടുതൽ എന്തുണ്ട്? സോളാർ പവർ ഉണ്ട് എന്ന് മനസ്സിൽ കൃത്യമായിട്ട് ഉറപ്പിച്ചു വെക്കുക. ദെൻ ഇന്ത്യ എന്താ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഒരു 2017 ശേഷം നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ സോളാർ എനർജിയിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കോസ്റ്റ് നമ്മളുടെ തെർമലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും കോസ്റ്റിനേക്കാളും കുറവാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം എന്താണ്? സൂര്യൻ ഫ്രീ ആണ്. സൂര്യൻ രാവിലെ ഉദിക്കുന്നതിന് നമ്മൾ ഒപെക് കൺട്രീസിന് ടാക്സ് കൊടുക്കണോ? വേണ്ട. പക്ഷേ കോള് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ബാരൽ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒപെക്സ് കൺട്രീസിന് നമ്മൾ പൈസ കൊടുക്കണം. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ, അതായത് ഈ ഫോട്ടോ വോൾട്ടായിക് സെല്ലുകൾ അടക്കം ക്രിയേറ്റ് ചെയ്യപ്പെടാനായിട്ടും അതിനുള്ള മെഷീനറീസും ഉണ്ടെങ്കിൽ എന്താണ്, സൂര്യന് നമ്മൾ പൈസ കൊടുക്കണ്ട, സൺലൈറ്റ് ഫ്രീ ആണ്, അതുകൊണ്ട് കോസ്റ്റ് കുറവായിരിക്കും. പക്ഷേ ഈ മെഷീനറീസ് ഉണ്ടാക്കാൻ, വിച്ച് മീൻസ് ഫോട്ടോ വോൾട്ടായിക് സെല്ലുകൾ ഉണ്ടാക്കാനായിട്ടുള്ള ക്യാപ്പബിലിറ്റി നമ്മളെക്കാളും കൂടുതൽ ആർക്കുണ്ട്? ചൈനയ്ക്കുണ്ട്. എന്നാൽ നമ്മൾ അത് പിക്കപ്പ് ചെയ്ത് വരുന്നുണ്ട്. എന്താണ് ഇവിടെ പറയുന്നുണ്ട്? നമ്മളുടെ എനർജി കപ്പാസിറ്റി എത്ര വരുന്നുണ്ട്? 1,04,000 ജിഗാവാട്ട് അവറിലേക്ക് എന്ത് വരുന്നുണ്ട്? എനർജിയുടെ ലെവല്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത എനർജിയുടെ ലെവല് മാറിയിട്ടുണ്ട്. നമ്മൾ ജപ്പാനെ മറികടന്നുകൊണ്ട് ആറിലേക്ക് വന്നു? 3ാമത്തെ സ്ഥാനത്തേക്ക് ഇന്ത്യ വന്നു. അതൊരു നല്ലൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. എന്നാൽ കുറച്ചുകൂടി നമ്മൾ ചെയ്യാനായിട്ടുണ്ട്. കാരണം എന്താണ്? നമ്മൾ 2030 ഒരു 250 ജിഗാവാട്ട് പവറും സോളാർ പവറിൽ നിന്ന്, അല്ലെങ്കിൽ സോളാർ പവറിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഇനിയിപ്പോ എത്ര വർഷമുണ്ട്? 4 വർഷമുണ്ട്. ഇനി കൂടി പോയി കഴിഞ്ഞാൽ 4 അല്ല 5 വർഷമുണ്ടെന്ന് വിചാരിക്കാം. ഈ 5 വർഷത്തിൽ ഓരോ വർഷവും 30 ജിഗാവാട്ട് വെച്ച് നമ്മൾ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ നമ്മളുടെ കറന്റ് ഉൽപാദന ശേഷി എന്ന് പറയുന്നത് ഏകദേശം 17 മുതൽ 23% വരെയാണ്. 23% അല്ല, 23 ജിഗാവാട്ട്. ഓക്കെ, 17 മുതൽ 23 ജിഗാവാട്ട് വരെയാണ് നമ്മളിപ്പോ കറന്റ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പോരാ, അത് നമുക്കൊരു 30ലേക്ക് എത്തണം. മെയിൻസിന് എഴുതിക്കൂടെ? സോളാറിനെ കുറിച്ചിട്ടൊരു ചോദ്യം വരുമ്പോൾ ചൈനയുടെ കാര്യം പറയണം, ഇന്ത്യയുടെ കറന്റ് കപ്പാസിറ്റിയെ കുറിച്ച് പറയണം, ഇന്ത്യയുടെ വിഷനെ കുറിച്ച് പറയണം. ഓക്കെ, ദെൻ ഇന്ത്യയുടെ ചലഞ്ചസ് എന്താണ്? നമുക്ക് ടെക്നോളജി ഇവിടെ ഇല്ല. ടെക്നോളജി ഉണ്ടെങ്കിൽ തന്നെ അത് കോസ്റ്റ്ലി ആണ്. 1 to 2 times കോസ്റ്റ്ലിയർ ദാൻ ചൈനയുടെ ടെക്നോളജി. ദെൻ ചൈന പ്രൊമിനന്റ് മാർക്കറ്റ് ആണ്. എന്നാൽ ഇന്ത്യ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്തൊക്കെ പറയാൻ പറ്റും? നമ്മളുടെ 1,04,000 ജിഗാവാട്ട് അവേഴ്സ് എനർജി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ജപ്പാൻ 96,000 ഉള്ളൂ. ജപ്പാനെ പറ്റിച്ചു നമ്മൾ. ജപ്പാനെ മറികടന്ന് 3ാം സ്ഥാനത്തേക്ക് വന്നു. ഇനി നമ്മുടെ മുന്നിൽ ചൈനയും നമ്മുടെ USA മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയാം. എന്നാലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ എന്ത് കോട്ട് ചെയ്യും? ഡാറ്റാസ് കോട്ട് ചെയ്യാനായിട്ട് പഠിക്കണം. ഓക്കെ, സോ ആ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള അതിന്റെ ഡാറ്റ എന്താണ്? ഇന്ത്യ ഡാറ്റ എന്തായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? പ്രൊഡക്ഷൻ. ഒരു വർഷം നമ്മൾ അടുത്ത 2030 വരെ എടുത്തു നോക്കുകയാണെങ്കിൽ മിനിമം 30 ജിഗാവാട്ട് സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യണം അഡീഷണൽ. ഓക്കെ, എന്നാൽ ഇന്ത്യ കറന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ, കറന്റ് സ്ട്രൈക്ക് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 17 മുതൽ 23 വരെ എത്തിയിട്ടുള്ളൂ. അതൊരു നല്ല നമ്പർ ആണ് കേട്ടോ. പക്ഷെ നമ്മൾ ആസ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ആസ്പയർ ചെയ്യണം. ഒരു 30 ജിഗാവാട്ടൊക്കെ എത്തിക്കും ഉള്ള രീതിയിൽ ആസ്പയർ ചെയ്യണം. എന്നാൽ മാത്രമേ ഇന്ത്യയുടെ സോളാർ പോളിസീസ്, അല്ലെങ്കിൽ സോളാർ വിഷൻ, അല്ലെങ്കിൽ സോളാർ ഒബ്ലിഗേഷൻസ് കൃത്യമായിട്ട് നടപ്പാക്കാനായിട്ട് പറ്റുള്ളൂ. ദെൻ ഇതിൽ നിന്ന് പണം ഉണ്ടാക്കാം, എക്സ്പോർട്ട് ചെയ്യാം. നമുക്ക് ആഫ്രിക്കൻ റീജിയനുകളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മളുടെ ഈ സോളാർ പോളിസിയുടെ ഡിസ്കഷനിൽ പറയാനായിട്ട് പറ്റണം. വേറെ ഒന്നും മിസ് ഔട്ട് ആയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. സ്പീഡ് കൂടുന്നില്ലല്ലോ. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു
ഫ്യൂജിറ്റീവ് എക്കോണമിക് ഒഫൻഡേഴ്സ്. എക്കണോമിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്താണ് ഫ്യൂജിറ്റീവ് എക്കോണമിക് ഒഫൻഡേഴ്സ്? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫ്യൂജിറ്റീവ് എക്കോണമിക് ഒഫൻഡറിന്റെ ഒരു പേര് പറഞ്ഞേ. വിജയ് മല്യ. വിജയ് മല്യയുടെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു? അദ്ദേഹം UK-യിലോ USA-യിലോ എവിടെയോ ഇരുന്നിട്ട് ഇന്ത്യൻ ഒരു യൂട്യൂബറിന് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഫ്യൂജിറ്റീവ് എക്കോണമിക് ഒഫൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ടെറിട്ടറിയിൽ എന്തെങ്കിലും ഫ്യൂജിറ്റീവ് മീൻസ് എക്കോണമിക് ഒഫൻസുകൾ ചെയ്തിട്ട്, വിച്ച് മീൻസ് കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കുക, മണി ലോണ്ടറിങ് നടത്തുക, അല്ലെങ്കിൽ കൗണ്ടർ ഫീറ്റ് കറൻസീസ് ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള എക്കോണമിക് ഒഫൻസസുകൾ ചെയ്തുകൊണ്ട് നാട് വിടും. അങ്ങനെയുള്ളവരെയാണ് ഫ്യൂജിറ്റീവ് എക്കോണമിക് ഒഫൻഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഫ്യൂജിറ്റീവ് എക്കോണമിക്സ്, അതായത് 2018 കാലഘട്ടങ്ങളിലേക്ക് ആയപ്പോഴേക്കും ഇതൊരു ട്രെൻഡായിട്ട് അങ്ങോട്ട് മാറി. ഇവിടെ നാട്ടിലൊരു ബിസിനസ് നടത്തുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ബാങ്കുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നു, എന്നിട്ട് ഇത് തിരിച്ചു കൊടുക്കാണ്ട് ഇത് മുങ്ങിക്കഴിയുമ്പോൾ നേരെ നാട് വിടുക, മുങ്ങുക. നാട് വിട്ടു കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി. സോ ആ അവസരത്തിൽ എന്താ ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഗവൺമെന്റ് ഒരു പുതിയ ആക്ട് ഇറക്കി. ഓക്കെ, ദാറ്റ്സ് കോൾഡ് ദ ഫ്യൂജിറ്റീവ് എക്കോണമിക് ഒഫൻഡേഴ്സ് ആക്ട്. ഈ ആക്ട് പ്രകാരം മിനിമം 100 കോടി രൂപയുടെ എക്കോണമിക് ഒഫൻസ് ചെയ്തിട്ട്, 2 കോടിയാണെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല, അത് നിങ്ങൾ ഫ്യൂജിറ്റീവ് മാത്രമാവുകയുള്ളൂ. പക്ഷേ നിങ്ങൾ 100 കോടി വർത്തുള്ള ഒരു എക്കോണമിക് ഒഫൻസസ്, വിച്ച് മീൻസ് ബാങ്കിന് കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുത്തില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, 100 കോടി രൂപ വാല്യൂ ഉള്ള ഒരു ഒഫൻസ് ചെയ്തിട്ട് നിങ്ങൾ നാട് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ PMLA ആക്ട് പ്രകാരം, മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം എന്താകും, ഫെമ ആക്ടുകളൊക്കെ പ്രകാരം ഇതിന്റെ കീഴിലൊക്കെ എല്ലാം നമ്മളുടെ ഫ്യൂജിറ്റീവ് എക്കോണമിക് ഒഫൻഡർ ആയിട്ട് മാറും. എന്തായിട്ട് മാറും? ഫ്യൂജിറ്റീവ് എക്കോണമിക് ഒഫൻഡർ. ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, വിജയ് മല്യ. ദെൻ ഇവിടെ ഈ ബാങ്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പഞ്ചാബ് നാഷണൽ ബാങ്ക്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക്, അവിടെ നീരവ് മോദി എന്ന് പറയുന്ന ഒരു ധനികനായ വ്യവസായി എന്ത് ചെയ്തു? ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് വെച്ചുകൊണ്ട്, എന്താണ് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് വെച്ചുകൊണ്ട് എന്ത് ചെയ്തു? ലോണുകൾ എടുത്തിട്ട് ഇത് തിരിച്ചടച്ചില്ല. ഓക്കെ, സോ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്. എന്തുകൊണ്ടാണ് ഞാൻ അടിവരയിട്ട് പറയുന്നത്? പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ആകാൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു അന്നത്തെ കാലത്ത്. എന്താണ് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്? ദെൻ പല ബാങ്കുകൾ ഇങ്ങനെ ഉള്ള ക്രൈസിസുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലക്ഷ്മി വിലാസ് ബാങ്ക് ക്രൈസിസ്. കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ വായിക്കാനായിട്ട് നല്ല രസമാണ്. ഈ എക്കണോമിക്സ് പഠിച്ചേക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ എക്കണോമിക്സ് കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹമുള്ളവർ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നമ്മളുടെ പബ്ലിക് ഫിനാൻസിന്റെ ചാപ്റ്ററുകളിലൊക്കെ പഠിക്കും ഈ ക്രൈസിസുകളൊക്കെ. ഒന്ന്, ലക്ഷ്മി വിലാസ് ബാങ്ക് ക്രൈസിസ്, പഞ്ചാബ് നാഷണൽ ബാങ്ക് ക്രൈസിസ്. 3, ഏതാണ്? യെസ് ബാങ്ക് ക്രൈസിസ്. നമ്മളുടെ എറണാകുളത്തൊക്കെ കാണുന്ന, നമ്മളുടെ തിരുവനന്തപുരത്ത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, എറണാകുളത്തൊക്കെ യെസ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്ക് ഉണ്ട്. അതും ഒരു ക്രൈസിസിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു 2018-17 കാലഘട്ടങ്ങളിലാണെന്ന് തോന്നുന്നു. സോ അത് വീണ്ടും നമ്മുടെ SBI അടക്കമുള്ളവരൊക്കെ എന്ത് ചെയ്തു? ഇതിനെ വീഴാൻ സമ്മതിച്ചില്ല. ഇങ്ങനെയുള്ള ബാങ്കുകളെ സപ്പോർട്ട് ചെയ്ത് നിർത്തി. അല്ലെങ്കിൽ എന്ത് പറ്റും? ഈ ബാങ്കുകളൊക്കെ വീഴുകയും നമ്മുടെ എക്കോണമി തന്നെ തകർന്നു പോയാണ്. സോ അങ്ങനെയുള്ള ചില ഫ്രോഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഒരു ക്രൈസിസ് വന്നത്, ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്. എന്താണ് ഈ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്? ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, അതായത് ഞാൻ ഇവിടെ നിന്ന് ഒരു 10 ടൺ കുരുമുളക് കയറ്റി അയക്കുകയാണ്, അല്ലെങ്കിൽ 10 ടൺ മറ്റേ ചെമ്മീൻ കയറ്റി അയക്കുകയാണ്, റഷ്യക്ക് കയറ്റി അയക്കുകയാണ്. എനിക്ക് ഈ പൈസ കിട്ടുമോ, അല്ലെങ്കിൽ ഈ പൈസ വരുമോ എന്നുള്ളത് ആർക്കറിയാവുന്ന കാര്യമാണ്. അവിടെ ഒരു ബയ്യർ ഉണ്ടാകണം, അവിടെ നിന്ന് പൈസ വരണം, വേണ്ടേ? 10 ടൺ ഇത് വേണമെങ്കിൽ എന്താണ്, എനിക്ക് അവിടെ നിന്ന് പൈസ വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഇവിടുത്തെ ആളുകൾക്ക് പേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? അവിടെ നിന്ന് പൈസ വരുമോ ഇല്ലയോ എന്നുള്ളത് ആർക്കറിയാം? നമ്മളുടെ മുനമ്പം ഹാർബറിലുള്ള ഫിഷർമാനോട് ഞാൻ എന്ത് പറയാണ്, നമ്മൾ ഈ റഷ്യയിൽ നിന്ന് പൈസ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പൈസ തരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ എന്ത് ചെയ്യും? അവന്മാര് പങ്കായത്തിനടിക്കും. എനിക്ക് പൈസ ഇന്ന് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഒന്നും ചെയ്യാനായിട്ടില്ല. സോ അങ്ങനെയുള്ള സമയങ്ങളിൽ ബാങ്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കും. ബാങ്ക് നമ്മളുടെ ഈ എക്സ്പോർട്ടും അവിടുത്തെ കമ്പനീസും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ കമ്പനീസിന്റെ ട്രസ്റ്റ് വർത്തീസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ബാങ്ക് പറയും, മക്കളെ ഞങ്ങള് ഈ കമ്പനിക്ക് ഗ്യാരണ്ടി നിൽക്കുകയാണ്, ഇയാള് പൈസ തന്നില്ലെങ്കിൽ നമ്മൾ പൈസ തന്നോളാം.
അങ്ങനെ ആ ഒരു ഗ്യാരണ്ടിയെ വിളിക്കുന്ന പേരാണ് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്. ഇത് പെർട്ടിക്കുലർലി തിരിച്ചാണ് സംഭവിക്കുന്നത്. അതായത് ഒരു എക്സ്പോർട്ടർ ആകുമ്പോൾ അല്ലെങ്കിൽ പുറത്തു നിന്ന് ഒരാൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ടിംഗ് കമ്പനിക്ക്, പുറത്തുള്ള ഒരു കമ്പനിക്ക് ഇവിടുത്തെ ബാങ്ക് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് കൊടുക്കും, പൈസ ആദ്യമേ കൊടുക്കും. ഓക്കെ, ഇവിടുത്തെ ബാങ്കിന്റെ ക്രെഡിറ്റ് വേർത്തിനെസ് ഒക്കെ നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ബാങ്കിന്റെ അല്ല, ഇവിടുത്തെ ആളിന്റെ ക്രെഡിറ്റ് വേർത്തിനെസ് നോക്കിക്കൊണ്ട്. സോ അതിനെയാണ് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് പറഞ്ഞു? മുൻപത്തെ എന്റെ ഫിഷിംഗ് എക്സ്പോർട്ടിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു. സോ ഇതിനെയാണ് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്. ബാങ്ക് ഒരു ഒബ്ലിഗേഷൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ബാങ്ക് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, അഷുറൻസ് കൊടുക്കുകയാണ്, അവര് പൈസ തന്നില്ലെങ്കിൽ ഞങ്ങൾ പൈസ തരാം. അങ്ങനെ ആ ബാങ്കിനെ, അങ്ങനെ പൈസ തരാമെന്ന് പറഞ്ഞ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ആ ബാങ്കിനെ പറ്റിച്ചിട്ട് നാട് വിട്ടൊരു പുള്ളിയാണ് നീരവ് മോദി എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെ ടൈപ്പ് പറ്റിക്കലുകളാണ്. എനിവേ, സോ അതിന് മേജറായിട്ട് നിന്നിരുന്ന മറ്റൊരാളാണ് മെഹുൽ ചോക്സ്കി എന്ന് പറയുന്നത്. ഓക്കെ, സോ അദ്ദേഹത്തിന് ഇപ്പൊ എവിടെയാണ്? അദ്ദേഹം എവിടെയാണ്? ബെൽജിയത്തിലുള്ള കോടതിയാണ് ഇവർ പറഞ്ഞത് നിങ്ങൾ ഒഫൻഡർ തന്നെയാണെന്നൊക്കെ പറഞ്ഞതിന്റെ ഒരു വാർത്തയാണ്. സോ ഫിജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് എന്താണെന്നുള്ളതൊന്ന് നോക്കി വെക്കുക. ദെൻ ബാങ്ക് ക്രൈസിസുകളെ കുറിച്ചിട്ട് ഒന്ന് നോക്കി വെക്കുക. ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് മറക്കരുത്. ചോദ്യങ്ങളാവാനായിട്ട് അന്ന് സാധ്യതയുണ്ടായത്. അന്ന് ഇപ്പൊ ഞാനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഈ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. അപ്പൊ അത് നമ്മൾ നോട്ടൊക്കെ പണ്ട് കറണ്ട് അഫയേഴ്സിന്റെ നോട്ടൊക്കെ എഴുതിയപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. സോ ഇതിന്റെ എത്രയാണ് ലിമിറ്റ്? എത്രയാണ്? 100 ക്രോർ ആണ്. നിങ്ങളോട് ചോദിക്കാം 50 ക്രോർ ആണ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അല്ല, 100 ക്രോർ ആണ്. ദെൻ മറ്റൊരു ഡിസ്കഷൻ കറന്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ കോൻ ബനേഗ ക്രോർപതി, നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന് പറയുന്നതിന്റെ ഹിന്ദി പതിപ്പില് ഒരു 6ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഒരു പയ്യൻ അമിതാഭ് ബച്ചനോട് സംസാരിക്കുകയും അദ്ദേഹം കുറച്ച് അറഗൻസിൽ സംസാരിക്കുകയും എന്താണ് അതിന്റെ ഒരു കോൺട്രവേഴ്സി നമ്മളുടെ ബോളിവുഡിൽ നിലനിൽക്കുന്നുണ്ട്. അതുപ്രകാരം ഇന്ത്യൻ മീഡിയയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് 6 പോക്കറ്റ് സിൻഡ്രം. 6 പോക്കറ്റ് സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് പ്രായത്തിൽ മുതിർന്ന ആളുകളോട് തർക്കുത്തരം പറയുന്ന പിള്ളേരുകളെ കണ്ടിട്ടുണ്ട്. കുമാരെന്താണ് ഇങ്ങനെ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ അതുപോലെ ഒരു പയ്യനായിരുന്നു ഈ കോൻ ബനേഗ ക്രോർപതിയിൽ വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു പയ്യൻ. അതിന്റെ വീഡിയോസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇദ്ദേഹം വലിയ കാര്യത്തിന് വലിയ ഉത്തരങ്ങളൊക്കെ പറയാണ്. എന്നിട്ട് ഒരു ഉത്തരത്തിൽ പുള്ളിക്ക് തെറ്റിപ്പോയി. അതായത് ബേസിക് ആയിട്ടുള്ള ഒരു ഉത്തരം എന്താണ്? രാമായണം, വാൽമീകി രാമായണത്തിന്റെ ആദ്യ കാണ്ഡം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു യുദ്ധകാണ്ഡമാണ്, അല്ലെങ്കിൽ അയോധ്യ കാണ്ഡമാണെന്നൊക്കെ പറഞ്ഞു. ബാലകാണ്ഡമാണെന്ന് ഏത് പിള്ളേർക്കും അറിയാൻ പറ്റുന്ന കാര്യമാണ്. അത് പക്ഷെ പുള്ളിക്ക് തെറ്റിപ്പോയി. സോ ആ ഒരു അറഗൻസിനെ, അല്ലെങ്കിൽ ആ ഒരു ചൈൽഡിന്റെ പ്രവൃത്തിയെ എന്ത് ചെയ്യുന്നു? സോഷ്യൽ മീഡിയ എടുത്ത് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതൊരു പാരന്റിങ്ങിന്റെ പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ കറന്റ്ലി ഉള്ള ആൽഫ ജെന്നിന്റെ ടോട്ടലി ഉള്ള ഒരു പ്രോബ്ലം ആണെന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്രിട്ടിസൈസിങ് വരുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു വിഷയത്തില് അഭിപ്രായം പറയാനായിട്ട് ഞാൻ ആളല്ല, കാരണം ഞാൻ സൈക്കോളജി പഠിച്ച ആളല്ല. എന്താണ് അതിന്റെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് പറയാനായിട്ട് ഞാൻ ആളല്ല. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഇവിടെ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു കാര്യം 6 പോക്കറ്റ് സിൻഡ്രം എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ ആണ്. എന്താണ് ഈ 6 പോക്കറ്റ് സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? 6 പോക്കറ്റ് സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചൈനയില് നമ്മളുടെ 1 ചൈൽഡ് പോളിസി നിലനിന്നിരുന്ന കാലത്ത് കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു മൂല്യച്യുതിയെ കാണിക്കുന്ന രീതിയിലാണ് ഈ 6 പോക്കറ്റ് സിൻഡ്രം. 6 പോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പേരാണ്, 2 പാരന്റ്സും 4 ഗ്രാൻഡ് പാരന്റ്സും. ഇവരുടെ പാമ്പറിങ്ങിലായിരിക്കും ഒരു കുട്ടി വളരുന്നത്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണല്ലോ. അപ്പോ എല്ലാവർക്കും അവരവരുടെ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതായിട്ടുള്ള ആളുകളാണ്. അപ്പോ ഇവർ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും കൊടുക്കും, ഇവരെ ഏറ്റവും കൂടുതൽ പാമ്പർ ചെയ്യും. റിയൽ വേൾഡിന്റെ പ്രോബ്ലംസും റിയൽ വേൾഡിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങളൊന്നും ഇവരെ പഠിപ്പിച്ചു കൊടുക്കില്ല. സോ ഈ 6 പേരുടെ പാമ്പറിങ്ങില് ഇവര് വളരുകയും എന്ത് ചെയ്യും? ഇവര് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുതിർന്നവരെ കണ്ടു കഴിഞ്ഞാൽ തർക്കുത്തരം പറയുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ഭയങ്കര അറഗൻസോട് കൂടിയിട്ട് ബ്ലഫ്നെസ് വിളിച്ച് പറയുക, തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ തന്നെ, അതായത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് അവർ പെരുമാറും. സോ അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് പോകുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് 6 പോക്കറ്റ് സിൻഡ്രം എന്ന് പറയുന്നത്. സോ ഇത് ചൈനയിലാണ് ഉത്ഭവിച്ചിട്ടുണ്ടായിരുന്നത്. 1 ചൈൽഡ് പോളിസിയുമായി ബന്ധപ്പെട്ടിട്ട് വന്ന ഒരു അഫക്റ്റ് ആണ്, സോഷ്യോളജിക്കൽ ആയിട്ടൊരു കാര്യമാണ് ഈ 6 പോക്കറ്റ് സിൻഡ്രം എന്നുള്ളത്. പിന്നീട് ബാക്കിയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പടർന്നു പിടിച്ചു എന്നാണ് സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ആളുകൾ പറയുന്നത്. സോ ഈ ഒരു പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക, 6 പോക്കറ്റ് സിൻഡ്രം.
പ്രിലിംസ് വേണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം. സിക്സ് പോക്കറ്റ് സിൻഡ്രം റീസെന്റ് സീൻ ഇൻ ന്യൂസ് ഈസ് റിലേറ്റഡ് ടു ദ വൈറസ് അല്ലെങ്കിൽ ദ എപ്പിഡമിക് സ്പ്രെഡിങ് ഇൻ ദ ട്രോപ്പിക്കൽ റീജിയൻ ആണോ? അല്ല. സിക്സ് പോക്കറ്റ് സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി സ്റ്റുഡൻസിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ചെറിയ കുട്ടികളിൽ ഉണ്ടാകുന്ന എന്താണ് വൈകാരികമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് സിക്സ് പോക്കറ്റ് സിൻഡ്രം എന്ന് പറയുന്നത്. സോ ഇത് എന്താണ് ഒരു സോഷ്യോളജിക്കൽ ഫാക്ടർ ആണ് ഇതിനെ എല്ലാവരും പറയുന്നത്. സോ റൈറ്റ് ബേസ്ഡ് ആയിട്ട് ചിൽഡ്രൻസ് വളരുന്നു, അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ് എങ്ങനെ പെരുമാറാം എന്നുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. സോ ഇങ്ങനെയുള്ളവര് ഡിലൈഡ് ഗ്രാറ്റിഫിക്കേഷനിലേക്ക് വരുമ്പോൾ, അതായത് കുറച്ച് ഒന്ന് തിങ്ക് ചെയ്തുകൊണ്ട് എല്ലാവർക്കും അപ്പം കിട്ടണം, അല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് അവരുടെ ഗ്രാറ്റിഫിക്കേഷൻ ഒന്ന് മാറ്റി വെക്കാനായിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടെററായി പോകും, അവര് അവിടെ അലമ്പാക്കി കളയും. സോ അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ അയൽപക്കങ്ങളിലും നമ്മളുടെ വീടുകളിലും ഒക്കെ പലപ്പോഴും നമ്മൾ അവരെ കണ്ടിട്ടുണ്ട്. അതെല്ലാം നമ്മളുടെ ഒരു മാറുന്ന യുവത്വത്തിന്റെ അല്ലെങ്കിൽ മാറുന്ന ബാല്യകാലത്തിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഇവിടെ പറയുന്നത്. സോ ഈ സിക്സ് പോക്കറ്റ് സിൻഡ്രോം കൂടിയിട്ട് ഒന്ന് ഓർത്ത് വെക്കുക. സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം, റിയലി സോറി. 2 ഡിസ്കഷനുകൾ സോളാർ എനർജി കൃത്യമായിട്ട് പഠിക്കുക. വേറെ ഒരു ഡിസ്കഷൻ സിക്സ് പോക്കറ്റ് സിൻഡ്രോം ഒക്കെ നിങ്ങൾ എടുത്ത് തോട്ടിക്കളഞ്ഞാലും കുഴപ്പമില്ല. എന്താണ് സോളാർ എനർജിയെ കുറിച്ചിട്ട് ഇന്ന് കൃത്യമായിട്ട് പഠിക്കുക. ഇതിൽ 3 കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ല എങ്കിൽ അത് കൂടിയിട്ട് നോക്കണം. എന്താണ് ഹർ ഘർ സൂര്യ യോജന, ദെൻ PM കുസും, മൂന്നാമത്തത് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഈ 3 കാര്യങ്ങൾ, ഇതിൽ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹർ ഘർ സൂര്യ യോജനയെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദെൻ ഇന്റർനാഷണൽ സോളാർ അലയൻസിനെ കുറിച്ചിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുക. ഓക്കെ.